ദേശാഭിമാനി മുഖപ്രസംഗം 2024 മെയ് 25. ദൈവത്തെ അവസാന അഭയമാക്കി മോദിയുടെ അഭിമുഖ പ്രഹസനം. 7 ഘട്ടമായി പ്രഖ്യാപിക്കപ്പെട്ട 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3 ഭാഗം പൂർത്തിയായപ്പോൾ തന്നെ BJPയും പരിവാരങ്ങളും പരാജയഭീതി മണത്തു. നിരീക്ഷണങ്ങളും രാഷ്ട്രീയ അവലോകനങ്ങളും വസ്തുതാന്വേഷണ പഠനങ്ങളും കണക്കുകളിലെയും സർവേകളിലെയും പിൻബലത്തോടെ സത്യാവസ്ഥ വരച്ചുവെച്ചപ്പോൾ പരിഭ്രാന്തിയേറി. അത് അതിരുവിട്ട പ്രവൃത്തികൾക്ക് വഴി തുറന്നു. കൊടിയ വർഗീയലാവ പരക്കെ ഒഴുക്കി പിടിച്ചു നിൽക്കാനായി പിന്നീടുള്ള പരിശ്രമങ്ങൾ. പുതിയ ഒട്ടേറെ ക്ഷേത്രങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകളിലെയും വിമാനത്താവളങ്ങളിലെയും കേന്ദ്ര സ്ഥാപനങ്ങളിലെയും ഇസ്ലാമിക പശ്ചാത്തലമുള്ള സ്ഥലങ്ങളിലെയും പേരുമാറ്റം, ശത്രു മിത്രം ദ്വന്ദ്വം, മുസ്ലിം വിരുദ്ധ പ്രചാരണം, ജനസംഖ്യാ പ്രവണതകളിലെ ദുർവ്യാഖ്യാനം എന്നിങ്ങനെ അന്തരീക്ഷത്തിൽ കലാപവിത്ത് വിതച്ചു. 2024 ദേശീയ ജനാധിപത്യ സഖ്യം NDA 400 സീറ്റ് ഉറപ്പിച്ചാൽ മധുരൈ കൃഷ്ണ ജന്മഭൂമിയിലും വാരണാസി ജ്ഞാൻവാപി മസ്ജിദിലും നിർബന്ധമായും ക്ഷേത്രങ്ങൾ പണിയുമെന്ന് BJP നേതാവും അസം മുഖ്യമന്ത്രിയുമായ ഹിമന്ത ബിശ്വ ശർമ്മ ജാർഖണ്ഡിലെ ബൊക്കാറോയിൽ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസമാണ്. 2019 വോട്ടെടുപ്പിൽ 300 സീറ്റ് കിട്ടിയാൽ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് അക്കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസന്നിഗ്ധമായി ഉറപ്പു നൽകിയിരുന്നു. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയ അനുച്ഛേദം 370 റദ്ദാക്കുകയും പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുകയുമുണ്ടായി. രാജ്യത്തെ സംഘപരിവാർ സംഘടനകൾക്കും കാവ്യ പ്രസ്ഥാനങ്ങൾക്കും ഇനിയും ഏറെ കാര്യങ്ങൾ ഏറ്റെടുക്കാനുണ്ട്. ജൂൺ 4 വോട്ടെണ്ണലിന് ശേഷം ഇക്കുറി 400 സീറ്റ് ലഭിച്ചാൽ പാക് അധീന കശ്മീർ ഇന്ത്യയിൽ ചേർക്കുമെന്നും പൊതുയോഗത്തിൽ അനുയായികളുടെ ആർപ്പുവിളികളുടെ അകമ്പടിയോടെ ഹിമന്ത വ്യക്തമാക്കി. ലോകത്താകെ പരന്നുകിടക്കുന്ന ഫാസിസ്റ്റ് സംഘടനകളും ആ ശ്രേണിയിലെ ഭരണ സംവിധാനങ്ങളും ദൈവത്തിൻ്റെ അഭേദ്യ ഭാഗമാണെന്നും അതിക്രൂരന്മാരായ അവയുടെ നേതൃത്വങ്ങൾ പലപ്പോഴും ദിവ്യശക്തിയുടെ പ്രതിപുരുഷന്മാരാണെന്നും തുടർച്ചയെ അവകാശപ്പെടാറുണ്ട്. അതിന് പലവിധ വേഷഭൂഷാദികൾ എടുത്തണിയും. മാത്രവുമല്ല, ഭാഷയിലും വിചിത്ര രൂപങ്ങൾ സ്വാംശീകരിക്കുകയും ചെയ്യും. അപരിഷ്കൃതരെ സംസ്കാരത്തിൻ്റെ കളിത്തോട്ടിലേക്ക് കൈപിടിച്ച് നടത്തിക്കാൻ ദൈവം തങ്ങളെ ചുമതലപ്പെടുത്തിയതാണെന്ന് ശഠിക്കും. ജനഹിത പരിശോധനയായ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൽ ജാതിയും മതവും വിശ്വാസവും അനാചാരങ്ങളും വലിച്ചിഴച്ച് കൂട്ടിക്കലർത്തരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്നതിനിടെ തന്നെ ദൈവം ഭൂമിയിലേക്ക് അയച്ചതാണെന്ന പ്രസ്താവനയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാനൽ അഭിമുഖം കൊഴുപ്പിച്ചത് വരാനിരിക്കുന്ന വൻ അപകടത്തിൻ്റെ കേളികൊട്ടാണ്. ദൈവം തന്നെ ഭൂമിയിലേക്ക് അയച്ചതാണെന്നിരിക്കെ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ ശക്തി വഴികാട്ടുകയാണ്. ദൈവത്തിൻ്റെ ഉപകരണമായ തൻ്റെ ഊർജം ജൈവികമല്ല, ദൈവം കനിഞ്ഞു നൽകിയതാണ്. ഏതൊരാളെയും പോലെ താനും ജീവശാസ്ത്രപരമായി ജനിച്ച ആളാണെന്നാണ് അമ്മ ജീവിച്ചിരിക്കെ കരുതിയിരുന്നത്. അവരുടെ വിയോഗശേഷം തൻ്റെ അനുഭവങ്ങൾ മുൻനിർത്തി ആലോചിച്ചപ്പോൾ ദൈവമാണ് തന്നെ അയച്ചതെന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടുവെന്നാണ് ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലെ വാദം. 2019 അപേക്ഷിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കൂടുതൽ സജീവമായത് സംബന്ധിച്ച അവതാരകൻ്റെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പ്രത്യേക കടമകൾ നിർവഹിച്ച് അനവരതം മുന്നേറാൻ ദൈവം തന്നെ ശക്തിപ്പെടുത്തിയതാണെന്നാണ് വിശ്വാസം. അതിൻ്റെ പൂർത്തീകരണത്തിനും ദൈവം കരുത്തു നൽകുന്നുണ്ടെന്നും ടൈംസ് ഗ്രൂപ്പ് പത്രങ്ങളുമായുള്ള മുഖാമുഖത്തിൽ പ്രത്യാശിച്ചു. BJP നേതൃത്വം അവയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. നിരവധി കർസേവകരാണ് അതിന് ചുവടെ പ്രതികരിച്ചിട്ടുള്ളതും.